ബ്രില്യൻ സ്റ്റഡി സെന്റർ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിലേക്ക് ഒരു യാത്ര നടത്തി. എല്ലാ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും 90% ഓഫ് വിദ്യാർത്ഥികളും ബ്രില്യനിലെ വിദ്യാർത്ഥികളാണ് എന്ന് തെളിയിക്കും വിധമുള്ള യാത്രയായിരുന്നു. നമുക്കറിയാം, തൃശ്ശൂര് 3 പ്രധാന മെഡിക്കൽ കോളേജുകളാണുള്ളത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, അമല മെഡിക്കൽ കോളേജ് ആൻഡ് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ. ഇതിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലെ വിദ്യാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബ്രില്യൻ വീഡിയോ നമ്മളെല്ലാം കണ്ടതാണ്. യെസ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിൽ ഫസ്റ്റ് ഇയറിൽ 90% ഓഫ് സ്റ്റുഡൻസും ബ്രില്യന്റിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ആൻഡ് നൗ വീണ്ടും ബ്രില്യൻ ടീം തൃശ്ശൂർ എത്തിച്ചേർന്നിരിക്കുന്നത് അമല മെഡിക്കൽ കോളേജിലെ ബ്രില്യന്റിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും പരിചയപ്പെടുത്തി തരിക എന്ന ഏക ലക്ഷ്യവുമായിട്ടാണ്. ഹായ് ഓൾ, ഭാരതത്തിന്റെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ ബ്രില്യൻ ടീം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ഓരോ മെഡിക്കൽ കോളേജുകളിലും പ്രവേശനം നേടിയ മലയാളി വിദ്യാർത്ഥികളിൽ 95% പഠിച്ചത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലായിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ബ്രില്യൻ കുടുംബാംഗങ്ങൾ ഒരിക്കൽ കൂടി എത്തി നിൽക്കുകയാണ്. ഞങ്ങളുടെ മക്കളെ കാണാൻ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിനുള്ളിലാണ് ഞങ്ങളിപ്പോൾ ബ്രില്യൻ ടീം എത്തി നിൽക്കുന്നത്. നീറ്റ് 2024 അമല മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയ 100 MBBS വിദ്യാർത്ഥികളിൽ 87 പേരും പഠിച്ചിരുന്നത് ബ്രില്യൻ സ്റ്റഡി സെന്ററിലായിരുന്നു. ആകെയുള്ള 400 വിദ്യാർത്ഥികളിൽ 367 വിദ്യാർത്ഥികളാണ് ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ മക്കൾ. തൃശ്ശൂരിലെ ജനങ്ങൾ അവരുടെ ആരോഗ്യ പരിപാലനത്തിനായി ആശ്രയിക്കുന്നത് പ്രധാനമായും 3 മെഡിക്കൽ കോളേജുകളെയാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, അമല മെഡിക്കൽ കോളേജ് തൃശ്ശൂർ, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. അപ്പോൾ ബ്രില്യൻ ടീം ഇന്നെത്തിയിരിക്കുന്നത് അമല മെഡിക്കൽ കോളേജിലാണ്. അമല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾ മാത്രമല്ല, ഇവിടുത്തെ മാനേജ്മെന്റും സ്റ്റാഫും എല്ലാം വളരെ വാമായിട്ടാണ് ഞങ്ങളെ വെൽക്കം ചെയ്തിരിക്കുന്നത്. അവരുടെ സന്തോഷങ്ങൾ, സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞങ്ങൾ ഈ അമല മെഡിക്കൽ കോളേജ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല, ഞങ്ങൾ ആദ്യമായി കടന്നു ചെല്ലാൻ പോകുന്നത് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ മെഡിക്കൽ കോളേജിന്റെ ലെക്ചർ ഹാളിലേക്കാണ്. ഒരുപക്ഷെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന മറ്റൊരു സുവർണ നിമിഷം. ഫസ്റ്റ് ഇയേഴ്സിന്റെ ക്ലാസുകൾ അവസാനിക്കുന്ന സമയത്ത് അമല മെഡിക്കൽ കോളേജിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകനാണ് ലെക്ചർ ഹാളിലേക്ക് ബ്രില്യൻ ടീമിനെ സ്വാഗതം ചെയ്തത്. അപ്പോൾ ഇതോടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ കാണാൻ ആരോ വന്നിട്ടുണ്ടല്ലോ, ആ പിന്നോട്ട് നോക്കിയേ. നീറ്റ് 2024 അല്ലേ, രാജ്യത്തെ പ്രമുഖ ഒരു മെഡിക്കൽ കോളേജിൽ അതിൻ്റെ ഒരു ലെക്ചർ ഹാളിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. കഴിഞ്ഞ മെയ് മാസം വരെ ബ്രില്യൻ ക്യാമ്പസിലുണ്ടായിരുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ നിങ്ങളെ വൈക്കോട്ടിട്ട് ഇങ്ങനെ കാണാനൊരു അനുഗ്രഹം ദൈവത്തിൻ്റെ ഞങ്ങൾക്കും ഉണ്ടായതിൽ ആദ്യം തന്നെ ദൈവത്തിനൊരു നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നീറ്റ് 2025 കഴിഞ്ഞു, നിങ്ങളൊക്കെ കണ്ടു കാണും അല്ലേ. ഏറ്റവും ടഫായിട്ടുള്ളൊരു എക്സാം തന്നെ ആയിരുന്നു. പക്ഷെ നമുക്ക് ഉറപ്പുണ്ട്, നിങ്ങളെ പോലെ തന്നെ ഈ ക്യാമ്പസിലോട്ടും രാജ്യത്തെ പ്രമുഖ മെഡിക്കൽ കോളേജിലോട്ടും വരാനായിട്ടിരിക്കുന്ന 16,000 കുട്ടികൾ നമ്മുടെ ക്യാമ്പസുകളിലുണ്ട്. അവര് ആഗസ്റ്റ് മാസത്തോടുകൂടി നിങ്ങളോട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. വൈറ്റ് കോട്ടൊക്കെ ഇട്ട് ഏറെ അഭിമാനപൂർവ്വം ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന അമല മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ വിദ്യാർത്ഥികളുടെ എല്ലാം ഏറ്റവും പ്രിയങ്കരിയായ മായാറാണി മിസ് ഏറെ അഭിമാനത്തോടുകൂടി ആ ലെക്ചർ ഹാളിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. എനിക്ക് തോന്നുന്നു 100 കുട്ടികളുള്ള ഒരു ക്ലാസ് ആണ് നിങ്ങളുടേത്. അതില് എത്ര പേരുണ്ട് നമ്മുടെ ബ്രില്യന്റിൽ പഠിച്ച ഞങ്ങളുടെ മക്കളായിട്ട് വന്നവര്? ഒന്ന് എണീറ്റ് നിൽക്കാവോ? ദേ 100 സ്റ്റുഡൻസിൽ 87 പേരും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ബ്രില്യൻ കുടുംബത്തിൽ നിന്ന് ഇവിടെ എത്തി. അവരെ ഒരുമിച്ച് വൈറ്റ് കോട്ടിട്ട് കണ്ട സന്തോഷം ഞങ്ങൾ
നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. പിന്നീട് ക്ലാസ്സുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ കുട്ടികൾ അമല മെഡിക്കൽ കോളേജിനെ കുറിച്ചും ബ്രില്യൻ ലൈഫിനെ കുറിച്ചും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. ഒരു കൊടക്കിയിലെ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആണ് എനിക്ക് എപ്പോഴും ബ്രില്യൻ്റ് സമ്മാനിച്ചിട്ടുള്ളത്. ഒരു സബ്ജക്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു ചാപ്റ്റർ എടുത്ത് അത് എങ്ങനെയൊക്കെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കിയത് ബ്രില്യൻ്റ് എന്നാണ്. ബ്രില്യൻ്റ് ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ടീച്ചേഴ്സ് മാത്രമായിരുന്നില്ല, നല്ലൊരു ഫ്രണ്ട്സും കൂടെ ആയിരുന്നു. കോഴിക്കോട് ഞാൻ കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ കോഴിക്കോടായിരുന്നു. അവിടുത്തെ സാറുമാരും ഒക്കെ നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എപ്പോഴും നല്ലൊരു ഓർമ്മയാണ് അവരായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം എക്സാമിന് മാർക്ക് കുറഞ്ഞ് നിൽക്കണം, ജോർജ് സാറിന്റെ 300-ൽ നിന്ന് 600-ലേക്കുള്ള റേഞ്ച് അതൊരിക്കലും മറക്കാൻ പറ്റൂല. അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ എക്സാം ഒക്കെ നീറ്റ് എക്സാം കഴിഞ്ഞു. ഇനി ഓഗസ്റ്റോടുകൂടി ഈ അമല മെഡിക്കൽ കോളേജിലേക്ക് വരാനായിട്ട് ഒരുപാട് പേര് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു അമല മെഡിക്കൽ കോളേജിന്റെ പ്രത്യേകതകളും അവിടേക്ക് ബാക്കിയുള്ള ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ എന്താണ്? അട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം, അക്കാഡമിക്കലി ഇവിടെ ഭയങ്കര ഫോക്കസ്ഡ് ആണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒരു പഠിപ്പിച്ചു തരും. നമുക്ക് എങ്ങനെ ലീഡ് ചെയ്യണം, എങ്ങനെ പഠിക്കണം, പിന്നെ ഓരോ സബ്ജക്റ്റ് എടുക്കുവാണെങ്കിലും ഡെയിലി ഇന്ന ടോപ്പിക്സ് കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് കുറേയൊക്കെ പഠിച്ച് കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ചെറിയൊരു ക്യാമ്പസ് ആയതുകൊണ്ടും ആ ഒരു എൻവയോൺമെന്റിൽ പറ്റാവുന്ന അത്ര വരെ നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ലൈബ്രറി റിസോഴ്സസും കാര്യങ്ങളും അതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഡെയിലി ഇപ്പൊ നമുക്ക് ക്ലാസ് കഴിഞ്ഞാൽ ലൈബ്രറി സെഷൻ, റീഡിംഗ് റൂം എന്ന് പറഞ്ഞ റൂം ഉണ്ട്. പിന്നെ ലൈബ്രറി ഇനി ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനാണെങ്കിൽ അത് ഡിജിറ്റലായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ലാബ് സെറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഡിജിറ്റലായിട്ട് റെഫർ ചെയ്ത് പഠിക്കാനാണെങ്കിൽ അങ്ങനെയുള്ള ഇതുണ്ട്. പിന്നെ താഴെ നമുക്ക് ലൈബ്രറി സെക്ഷനിൽ തന്നെ കുറേ റിസോഴ്സും ബുക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ റെഫർ ചെയ്ത് പഠിക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. എൻ്റെ ക്ലാസ് KKD എന്ന ക്ലാസ്സിൽ തന്നെ അത്യാവശ്യം നല്ല ടോപ്പേഴ്സ് ഉണ്ടായിരുന്ന ക്ലാസ് ആയിരുന്നു. ജിപ്മറിലൊക്കെ ഉള്ള കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന ക്ലാസ് ആയിരുന്നു. സോ അപ്പോഴാണ് ആ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലായതും അങ്ങനെ ഞാൻ പഠിക്കുന്നതിലോട്ട് കൂടുതൽ ഫോക്കസ്ഡ് ആയതും. ഇപ്പോൾ ബ്രില്യനിലെ കുറേ ഫാക്കൽറ്റീസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ പേരെടുത്ത് പറയേണ്ട എൻ്റെ മെന്ററിന് തന്നെയാണ്, പിയൂഷ് സാർ. സാർ എൻ്റെ ലൈക്ക് ഇമോഷണൽ പില്ലർ ആയിരുന്നു. എൻ്റെ എന്ത് പ്രശ്നത്തിനും ഞാൻ സാറിനെ ആയിരുന്നു അപ്രോച്ച് ചെയ്തിരുന്നത്, അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് കാര്യങ്ങളിൽ. പിന്നെ ബ്രില്യൻറ്റിലെ കുറേ പ്രൊഫസേഴ്സ് ആണെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തന്നെ വിട്ടിട്ടുള്ളൂ. ഇപ്പോൾ വൈകുന്നേരം ഞങ്ങൾ സ്റ്റേ ബാക്ക് ചെയ്ത് തന്നെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് തന്നെ നിൽക്കാറുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒരു മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രില്യൻ്റ് അതിൻ്റെ ഒരു വലിയ പാർട്ടാണ്. ഓഫ് കോഴ്സ് എൻ്റെ എഫേർട്ട് പോലെ തന്നെ അവരുടെ ഹെൽപ്പും എന്നെ ഹെൽപ്പ് ചെയ്തു. ഇവിടെ ഇപ്പോൾ അമല വന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. ആദ്യം ഞാൻ ഒരു റിപ്പീറ്റഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആദ്യം അതിൻ്റെ എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ലെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു വർഷം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമെന്ന് തോന്നിയിട്ടാണ് ഞാൻ അമല വന്നത്. ആൻഡ് അഡ്മിഷനും എല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഇവിടുത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേനും ഈ ഹോസ്പിറ്റൽ തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ അത് ഏറ്റവും നല്ലതാണ്. ഇവിടുത്തെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ നേരത്തെ ഞാൻ കുറച്ച് മെഡിക്കൽ കോളേജൊക്കെ വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചു. ആൻഡ് ഇപ്പോൾ ഇവിടെ പഠിച്ചിട്ട് ഇപ്പോൾ എനിക്കൊരു 6-7 മാസമായി ഇപ്പോൾ വന്നിട്ട്. ആൻഡ് അവർ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയ കോളേജിനെ കുറിച്ച്. പിന്നെ ബ്രില്യൻ്റ് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ എന്താണെന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു 3 മാസം പ്രോഗ്രാമാണ്. അത് നമ്മളെ 2 ബാച്ചായിട്ട് തിരിച്ചിട്ട് നമ്മുടെ മോഡൽ എക്സാംസ് നടത്തുന്നു. അതൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഒരു മോഡൽ എക്സാം കഴിയുന്നു, വൈകുന്നേരം വരുന്നു, അതിൻ്റെ നമുക്ക് വീഡിയോ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് അത് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻസ് അത് നമുക്ക് അറിയാതെ ചിലപ്പോൾ ചെയ്തിട്ട് കിട്ടിയായിരിക്കും. ഇപ്പോൾ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിലേക്ക് പിന്നെയും ബേസ് ചെയ്യുക, അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുക, പിന്നെ ഒരു ലോങ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം ആ നീറ്റ് ആ ലെവൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. ഇടയ്ക്ക് ഇച്ചിരി ടഫായിട്ട് ഇടുമായിരുന്നു. അപ്പം നമ്മുടെ ഡയറക്ടേഴ്സ് തന്നെ പറയുമായിരുന്നു അതിനൊരു കാരണമുണ്ട്. കാരണം നമുക്ക് നീറ്റ് എക്സാം ശരിക്കും വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ടഫ് പേപ്പർ വന്നാൽ അതിനൊരു മുന്നോടിയായിട്ടായിരുന്നു അതൊക്കെ ഇടുന്നത്. എനിക്ക് ബ്രില്യൻ ഫാക്കൽറ്റീനെയാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. അവർ തന്ന സപ്പോർട്ടും ഗൈഡൻസും കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സോ താങ്ക്സ് ടു ബ്രില്യൻ ടീം. പിന്നെ അവിടുത്തെ ബ്രില്യനിലെ വീക്ക്ലി എക്സാംസും മോഡൽ എക്സാംസുമാണ് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തത്. ഒരുപാട് സന്തോഷമാണ്. എൻ്റെ ഒരു ചെറുപ്പമുള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ വൈറ്റ് കോട്ട് അണിയണമെന്ന്. എൻ്റെ ആഗ്രഹത്തിലേക്ക് കൈപിടിച്ച് നടത്തിയത് ബ്രില്യൻ സ്റ്റഡി സെന്റർ പാലയാണ്. താങ്ക്സ് ടു ബ്രില്യൻ. ഞാൻ അമലയിൽ കാലെടുത്ത് വെക്കാൻ സാധിച്ചത് ബ്രില്യൻ്റ് കൊണ്ടാണെന്ന് ഞാൻ 100% ഉറപ്പായിട്ട് ഞാൻ പറയുന്നു. കാരണം അവരുടെ ഫാക്കൽറ്റീസും എക്സാംസും എല്ലാം വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കാരണം താങ്ക്സ് ബ്രില്യൻ. അമലയിൽ പഠിക്കുന്നത് ശരിക്കും വലിയൊരു ഭാഗ്യം തന്നെയാണ്. ചെറുപ്പം തൊട്ട് ഞാൻ തൃശ്ശൂർക്കാരിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അമല പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കും വലുതാകുമ്പോൾ ഇവിടെ പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അത് കിട്ടിയതിന് ശരിക്കും സന്തോഷമുണ്ട്. ഇവിടെ അമലയിൽ ഞാൻ ഫുട്ബോൾ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഫുട്ബോളും ഗ്രൗണ്ടും അതേപോലെ ബാസ്കറ്റ് നല്ല കോർട്ടുണ്ട്. അപ്പോൾ നല്ല ഫുട്ബോളിനെയും അത് കളികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് അമല. അമലിൽ എത്താൻ സാധിച്ചതിൽ ബ്രില്യന് താങ്ക്സ്. എനിക്കവിടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് റെഫറൻസ് ആയിരുന്നു. ഞാൻ എല്ലാ ദിവസവും റെഫറൻസിന് പോകുമായിരുന്നു.
പിന്നെ അവിടെ ഗേൾസിന് നമ്മുടെ അടുത്തുള്ള ഹോസ്റ്റലിൽ രാത്രി 8 മണി വരെ റെഫറൻസിന് ഇരിക്കുകയായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്. ആദ്യം ഗവൺമെന്റ് കിട്ടിയില്ല എന്നൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ അമലെ വന്ന് സ്റ്റഡീസ് എല്ലാം തുടങ്ങി കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ സപ്പോർട്ട്, എനിക്കൊന്നും ഗവൺമെന്റ് കോളേജ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സപ്പോർട്ട്, മെന്റർഷിപ്പും അങ്ങനെ പല ഫെസിലിറ്റീസ്. ഞങ്ങൾക്ക് ഇവിടെ ലൈബ്രറി, സ്റ്റഡി റൂം, അങ്ങനെ സ്പോർട്സ് എല്ലാം ഇതുകൊണ്ട് അടിപൊളിയാണ്. താങ്ക്സ് ടു ബ്രില്യൻ. ഞാൻ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ കണ്ട അമലയും ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അമലയും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ഹോസ്പിറ്റൽ അടുത്ത് തന്നെയാണ്. അത് മാത്രമല്ല അമല നല്ലൊരു വാസ്റ്റ് ക്യാമ്പസ് ആണ്. പിന്നെ നല്ല പ്രകൃതിരമണീയമായ സ്ഥലങ്ങളാണ്. സോ നമുക്ക് മെൻ്റലി ഒന്ന് റിലാക്സ് ചെയ്യാനാണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ അക്കാഡമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലാസ്സസും അതിൻ്റെ ഒപ്പം ഡിസെക്ഷൻ അവേഴ്സും പ്രാക്ടിക്കൽസും നമ്മുടെ ഫാക്കൽറ്റിയും എല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ എല്ലാവരും പറഞ്ഞ പോലെ ലൈബ്രറി എല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, താങ്ക് യു. എനിക്കിവിടെ അമലയിൽ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോൾ നല്ല ടെൻഷൻസ് ഉണ്ടായിരുന്നു. എങ്ങനെ പോവും, പഠിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു എങ്ങനെയായി കോഴ്സ് എന്നൊക്കെ. പക്ഷേ ഇനീഷ്യലി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ മാറി. കുറച്ച് എക്സാംസ് എഴുതിയപ്പോഴും പിന്നെ ഫാക്കൽറ്റീസും ഒക്കെ കാരണം അവരുടെ ഹെൽപ്ഫുൾ ആയിരുന്നു നന്നായിട്ട്. ഇപ്പം നന്നായി പോകുന്നു. ഇപ്പം എനിക്ക് കോഴ്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടി. അടിപൊളിയായിട്ട് പോകുന്നു. പിന്നെ ഇവിടെ വരാൻ ബ്രില്യൻ്റ് ആണ് എന്നെ സഹായിച്ചത്. താങ്ക്സ് ടു ബ്രില്യൻ്റ്. അപ്പം എൻ്റെ ബ്രില്യൻറ്റിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് മോഡൽ എക്സാംസ് ആണ്. അവസാനമൊക്കെ മോഡൽ എക്സാംസ് ഡെയിലിയും എക്സാംസ് ഒരുപാട് നടക്കുമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നമുക്കിങ്ങനെ ഇടയ്ക്ക് എക്സാംസിലൊക്കെ നമ്മൾ വീക്കാവും. അപ്പോൾ നമ്മുടെ മെൻറ്റേഴ്സൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്രില്യൻറ്റിൽ നമ്മളെ പാലായിൽ നിന്ന് 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ജോർജ് സാർ കാണാൻ വരുമായിരുന്നു. ആൻഡ് ജോർജ് സാറിൻ്റെ മോട്ടിവേഷൻ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. ബ്രില്യനിൽ എത്തിയ സമയത്ത് നല്ല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എക്സാംസിനൊക്കെ ആദ്യമൊക്കെ മാർക്ക് കുറവായിരുന്നു. പക്ഷെ പിന്നെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ സഹായത്തോടെ പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ സഹായത്തോടെ നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റി. ഇപ്പോൾ അമലയിൽ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പേരൻസിനും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. താങ്ക്സ് ടു ബ്രില്യൻ. ബ്രില്യനിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഫാക്കൽറ്റി, ക്ലാസ്സസ് ഒക്കെയാണ്. ലൈക്ക് നമ്മൾ ആരാണ്, എത്ര സംശയം ഉണ്ടെങ്കിലും അവിടുത്തെ ഫാക്കൽറ്റി തീരുന്നവരെ അവിടെ നിൽക്കും, വെയിറ്റ് ചെയ്യും. നമുക്കത് തീർത്തിട്ടേ പോവുള്ളൂ. ക്ലാസ്സിൻ്റെ ഇടയിലും എന്ത് സംശയം ഉണ്ടെങ്കിലും കൈ നോക്കിയാൽ മതി, അപ്പം തന്നെ ചോദിക്കും എന്താ വേണ്ടത്. ചുറ്റും ടോപ്പേഴ്സ് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു നമുക്ക് അവിടെ ടോപ്പേഴ്സ് ആണല്ലോ എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും നമുക്ക് തോന്നില്ല, ഒരിക്കലും തോന്നിയിട്ടില്ല. അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടോ ടീച്ചേഴ്സായിട്ടോ നമുക്ക് തോന്നിച്ചിട്ടില്ല. എപ്പോഴും എഴുന്നേറ്റ് നിൽക്കുക, ചോദ്യം ചോദിക്കുക. ക്ലാസ്സസ് ആർ അമേസിങ്. ലൈക്ക് ഒന്നും പറയാനില്ല. എല്ലാ ഫാക്കൽറ്റിയും എല്ലാ സ്ഥലത്തു നിന്നും മാറി മാറി വരും. നമുക്കിപ്പോൾ ആഗ്രഹമുള്ളൊരു ടീച്ചേഴ്സിനെയൊക്കെ സജസ്റ്റ് ചെയ്താൽ വേണമെങ്കിൽ അവർ കൊണ്ട് തരും. അപ്പോൾ ക്ലാസ്സൊക്കെ അത്ര രസമാണ്, നമുക്കൊരിക്കലും ബോറടിക്കില്ല. അമല മെഡിക്കൽ കോളേജ് ക്യാമ്പസിന്റെ 3 ഫ്ലോർ നിറയെ ബ്രില്യന്റിലെ ഫസ്റ്റ് ഇയേഴ്സ് നിറഞ്ഞു നിന്നത് ആവേശമായിരുന്നു. ഒരേ ലക്ഷ്യവുമായി ബ്രില്യൻ ക്യാമ്പസിലേക്ക് കടന്നു വന്ന മക്കൾ അവരുടെ ഡോക്ടർ സ്വപ്നത്തിനായി ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന കാഴ്ച ബ്രില്യൻ ഫാമിലിക്ക് ഏറെ അഭിമാനം നൽകുന്ന ഒന്നായിരുന്നു. തൃശൂർ അമല നഗറിൽ സ്ഥിതി ചെയ്യുന്ന അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. ഏകദേശം 27.7 ഏക്കർ വിസ്തൃതിയുള്ള വിശാലമായ ക്യാമ്പസാണിത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ സ്മാർട്ട് ക്ലാസ് മുറികൾ, എല്ലാ ക്ലാസ് മുറികളിലും പ്രൊജക്ടർ ലഭ്യമാണ്. ക്യാമ്പസിനുള്ളിൽ തന്നെ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയുണ്ട്. ഇത് വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പഠനത്തിനുള്ള മികച്ച അവസരവും നൽകുന്നു. കാർഡിയോളജി, ന്യൂറോളജി, ഓങ്കോളജി തുടങ്ങിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ അമല മെഡിക്കൽ കോളേജിന്റെ ശ്രദ്ധേയമായ ഡിപ്പാർട്ട്മെന്റുകളാണ്. പുസ്തകങ്ങളും റെഫറൻസ് മെറ്റീരിയലുകളും അടങ്ങിയ ഒരു വലിയ സെൻട്രൽ ലൈബ്രറി ക്യാമ്പസിൽ തന്നെയുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ A.T. ഫ്രാൻസിസ്, പ്രൊഫസർ ആൻഡ് ചീഫ് ലൈബ്രറിയൻ, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ കീഴിൽ മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് സ്കൂള്, പാരാമെഡിക്കൽ കോഴ്സ്, ആയുർവേദ കോഴ്സ്, ഇത്രയും വിഭാഗങ്ങളാണ് ഈ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് കീഴിൽ വരുന്നത്. ഇതൊരു കേന്ദ്ര ലൈബ്രറിയാണ്. ഈ എല്ലാ സ്ഥാപനങ്ങൾക്കും ഉള്ള ഒരു കേന്ദ്ര ലൈബ്രറിയാണ്. അതിലത്തെ വിദ്യാർത്ഥികൾക്കും
അധ്യാപകർക്കും സ്റ്റാഫിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ലൈബ്രറിയാണ് ഇത്. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 9 മണി വരെ ലൈബ്രറി വർക്കിംഗ് ആണ്. പുലർച്ചെ 2 മണി വരെ റീഡിംഗ് റൂം ഓപ്പൺ ആയിരിക്കും. ലൈബ്രറിക്ക് കയറണമെങ്കിൽ തന്നെ RFID റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റത്തിൽ കൂടെ കടക്കുമ്പോൾ ആരൊക്കെ വന്നു ആരൊക്കെ പോയി എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും. വളരെ വിപുലമായ പുസ്തകങ്ങളും ജേർണലുകളും ഒരു ലൈബ്രറിയാണിത്. ഏകദേശം 1.5 കോടി രൂപയുടെ പുസ്തകങ്ങളും ആനുകാലികങ്ങളും വരുത്തുന്ന ഒരു ലൈബ്രറി. ഒരു വർഷം അത്ര പ്രധാനപ്പെട്ട ഒരു ലൈബ്രറി സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഒരു 20,000-ൽ കൂടുതൽ പുസ്തകങ്ങളും ബൗണ്ട് ജേർണൽസും ഇലക്ട്രോണിക് ജേർണൽസും ഒക്കെയുള്ള ഒരു ലൈബ്രറിയാണ് ഇത്. ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന് പറയുന്ന ഡിജിറ്റൽ ലൈബ്രറി കൂടിയായിട്ടുള്ള ഡിജിറ്റൽ എഡ്യൂക്കേഷൻ സെൻറ്റർ വളരെ നല്ല രീതിയിൽ 50 കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ സെൻറ്റർ ഈ ലൈബ്രറിയിൽ തന്നെ ഉണ്ട്. ഈ ലൈബ്രറിയിൽ ഇല്ലാത്ത ഏത് ജേർണൽസും ബുക്സും ഒക്കെ മറ്റ് ലൈബ്രറികളിൽ നിന്നോ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ ലോകത്ത് എവിടെ നിന്നും വരുത്തി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. പ്രധാനമായിട്ട് ഈ ലൈബ്രറിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുക, റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് ഈ ലൈബ്രറിയുടെ മുഴുവൻ പേര് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലൈബ്രറി ആൻഡ് റിസർച്ച് ഡോക്യുമെൻറ്റേഷൻ എന്നാണ്. റിസർച്ച് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുക, അത് പബ്ലിഷ് ചെയ്യാനായിട്ട് സഹായിക്കുക. പ്ലാജിയാരിസം ചെക്കിങ്ങിനുള്ള സോഫ്റ്റ്വെയറൊക്കെ ഇവിടെ ഏറ്റവും നല്ല അതിനൂതനമായ സോഫ്റ്റ്വെയറും ഇവിടെ ഉണ്ട്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ ഈ സംവിധാനം ലോകത്തിലെ ആർക്കും, കേരളത്തിലെ ഏത് ലൈബ്രറികൾക്കും ഇവിടുന്ന് ഓൺലൈനായിട്ട് ആക്സസ് ചെയ്യാം. പ്ലാജിയാരിസം അഡ്വൈസറി സർവീസും നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അമല മെഡിക്കൽ കോളേജിലെ ക്യാമ്പസ് ജീവിതം ഏറ്റവും മികച്ചതാണെന്ന് വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഒരിടമാണ് അമല മെഡിക്കൽ കോളേജ്. അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ CMAയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമ്മൾ 1978 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗബ്രിയേലച്ചനായിരുന്നു എൻ്റെ ഫൗണ്ടർ ഡയറക്ടറായിട്ടുണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു വിഷനാണ് നമ്മൾ എന്തിനാണ് ഒരു മെഡിക്കൽ സ്ഥാപനം തുടങ്ങുന്നത് എന്നുള്ളൊരു ഇതുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ തുടങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു വാല്യൂ ബേസ്ഡ് ആയിരിക്കണം എന്നുള്ളൊരു ചിന്ത വളരെയധികം ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു വാല്യൂ ആയിട്ട് നമ്മൾ കണ്ടത് ഓണറാണ്. ഇവിടെ വരുന്ന പേഷ്യൻറ്റിനോട് നമുക്ക് എന്തുമാത്രം ഓണർ കാണിക്കാൻ പറ്റും. അതൊരു വെറും റെസ്പെക്റ്റ് മാത്രമല്ല, അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, കുറേയും കൂടിയും അവരുടെ ഡീപ്പായിട്ട് മനസ്സിലാക്കി ഹെൽത്ത് കെയർ എന്നുള്ളതൊരു ഹീലിംഗ് ആസ്പെക്റ്റിലേക്ക് കൊണ്ടുവരുന്ന ദർ ഇസ് എ ലോങ് ക്യൂ. ഒരു പേഷ്യൻറ്റിൻ്റെ പുറകെ ഒരുപാട് പേരുണ്ട്, കുറേ സ്വപ്നങ്ങളുണ്ട്. അതൊക്കെയാണ് ആ ഓണറിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഓണർ വൺ ഓഫ് അവർ കോർ വാല്യൂ ആണ്. അതുപോലെ തന്നെ രണ്ടാമത് നിൽക്കുന്നതാണ്, ഞങ്ങളത് പുതിയതായിട്ടൊന്നും കൂടി അത് ഞങ്ങളുടെ റിഫ്ലക്ഷനിലൂടെ ഒന്ന് ആഡ് ചെയ്തതാണ് അബണ്ടൻസ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും അവരുടെ പഠനത്തിലാണെങ്കിലും വിദ്യാർത്ഥികളോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. നല്ലൊരു ഡോക്ടർ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന, എൻ്റെ അപ്പൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ നല്ലൊരു ഡോക്ടർ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്ന അതൊരു അബണ്ടൻസ് ആയിട്ട് നിങ്ങൾ മാറണം എന്ന് പറയാറുണ്ട്. അതൊരു സമൃദ്ധിയുടെ പഠനമാവണം. വെറുതെ കുറച്ചൊരു പ്രൊഫഷണലി ഞാൻ പഠിച്ച് വരുന്നു എന്നല്ല, കുറച്ചും കൂടി ഒരു അബണ്ടൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളത്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നാണ്. ജോൺ ചാപ്റ്റർ 10:10 ഐ കെയിം ടു ദിസ് വേൾഡ് ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് ഇൻ അബണ്ടൻസ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് കൂടെയാണ് നമ്മളതെടുത്തത്. തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഫീൽഡ് ആയതുകൊണ്ട് കമ്പാഷൻ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവേണ്ടതാണ്. അതും നമ്മൾ പഠിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാനും ഇവിടെയുള്ള എല്ലാ ജോലിക്കാരുമായിട്ടും നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കമ്പാഷൻ ഉണ്ടായിരിക്കണം, അത് ടു ദ കോർ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അമല മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ബെറ്റ്സി തോമസിന്റെ വാക്കുകളിലേക്ക്. 1978 ഒരു ക്യാൻസർ ഹോസ്പിറ്റലായിട്ട് ആരംഭിച്ച അമല 2003 ഒരു മെഡിക്കൽ കോളേജായിട്ട് വളരുകയും 2011 ശേഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സുകളും ഇവിടേക്ക് വരികയും കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെ തന്നെ നാനാഭാഗങ്ങളിൽ ജനിച്ചു വളർന്ന കുട്ടികൾ നമ്മുടെ ഇവിടെ പഠിക്കാനായിട്ട് കടന്നു വരികയും ചെയ്തിരിക്കുന്നു. കേരളത്തിലെ തന്നെ വളരെ ഡിമാൻഡ് ഉള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷനിൽ പ്രൈവറ്റ് സെക്ടറിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കോളേജാണ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി എന്നതിനപ്പുറം ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഒരു ക്വാളിറ്റി എക്സ്പോഷർ കൊടുക്കുവാനായിട്ടാണ്
ഇവിടുത്തെ മാനേജ്മെന്റും ഞങ്ങൾ അധ്യാപകരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ഒരു സമഗ്രമായ ഒരു വളർച്ചയിൽ, അത് പഠന കാര്യങ്ങളിൽ മാത്രമല്ല പഠനേതര കാര്യങ്ങളിലും അവരുടെ സമഗ്രമായ ഒരു വളർച്ചയിൽ കോളേജ് അത്യന്തികം ശ്രദ്ധ പുലർത്തുന്നുണ്ട്. ഈ ക്യാമ്പസിനുള്ളിൽ നല്ലൊരു ലൈബ്രറി, റീഡിംഗ് റൂം, സ്കിൽ ലാബ്, അതുപോലെ തന്നെ അവർക്ക് കളിച്ചുല്ലസിക്കാനുള്ള ഇൻഡോർ സ്റ്റേഡിയം, ഫുട്ബോൾ ഗ്രൗണ്ട്, ജിംനേഷ്യം, അതുപോലെ എല്ലാത്തിനുമുള്ള സൗകര്യങ്ങൾ, പ്രകൃതി വളരെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ക്യാമ്പസ് തന്നെയാണ് അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ. ഈ ഒരു കൊടക്കീഴിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആയുർവേദത്തിലും ഹോമിയോയിലും ഒക്കെ എക്സ്പോഷർ കിട്ടാനുള്ള സംവിധാനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്കി കോഴ്സുകൾ, BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. അമല മെഡിക്കൽ കോളേജിന്റെ നിർണായകമായ വിവിധ തീരുമാനങ്ങളും എടുക്കുന്ന ഒരു വലിയ കോൺഫറൻസ് ഹാളാണിത്. പിന്നീട് ആവേശോജ്വലമായ ഒരു വലിയ ഇവന്റിലേക്കാണ് ബ്രില്യന്റ് ടീമിനെ വിദ്യാർത്ഥികൾ കൂട്ടിക്കൊണ്ടുപോയത്. നാല് വർഷമായി അമല മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന 90% ഓഫ് സ്റ്റുഡൻസും ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ വിദ്യാർത്ഥികളാണ് എന്ന് തെളിയിക്കുന്ന ആ വലിയ ഇവന്റിലേക്കാണ് ബ്രില്യൻ ടീമിനെ വരവേറ്റത്. Brilliant Study Center Pala onto the stage. ആയിരത്തി 1984 പാല എന്ന കൊച്ചു പട്ടണത്തിൽ 4 ചെറുപ്പക്കാർ ആരംഭിച്ച ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ എന്ന ആ പ്രസ്ഥാനം 41 വർഷത്തെ പ്രവർത്തന മികവ് കൊണ്ടും അവരുടെ ഇച്ഛാശക്തി കൊണ്ടും രാജ്യത്തെ മെഡിക്കൽ കോളേജുകളിലെ MBBS പ്രവേശനത്തിലെ മലയാളികളിൽ 90% മുകളിൽ മലയാളികളെ എത്തിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും ഒരുവിധപ്പെട്ട മെഡിക്കൽ കോളേജുകളിലെല്ലാം ബ്രില്യൻ ടീമിന് പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മുടെ മലയാളികളെ ഏറ്റവും അധികം സന്തോഷത്തോടെ, ഏറ്റവും അധികം ഇതുപോലെ ഹാർദവമായിട്ട് നമുക്ക് സ്വാഗതം അരുളുന്ന ആ മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൽ ഒരു എൻട്രൻ കോച്ചിങ് സെൻ്ററായിട്ടുള്ള ബ്രില്യൻറ്റിന് സ്വാഗതമുള്ളത് ഒത്തിരി അഭിമാനമായിരുന്നു. അതുപോലെ രാജ്യത്തെ ഏറ്റവും പ്രധാന മെഡിക്കൽ കോളേജിൻ്റെ ഈ ഒരു അങ്കണത്തിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചത് ഒത്തിരി സന്തോഷം. എൻ്റയർ ബ്രില്യൻ ഡയറക്ടേഴ്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും നിങ്ങളോടുള്ള സ്നേഹാന്വേഷണം ഞങ്ങൾ അറിയിക്കുന്നു. ഞാൻ ആ ഡയറക്ടർ ഫാദറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റുഡൻസ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ബൗണ്ടറികൾക്കപ്പുറം ഇന്റർനാഷണലി ഒരു റിസർച്ച് സെന്റർ, അമലയിൽ നിന്ന് എന്ത് പഠിക്കാം, അല്ലെങ്കിൽ അമല എന്ത് ചെയ്തു എന്നായിരിക്കണം നാളെ ലോകം ഉറ്റുനോക്കേണ്ടതെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അതിലേക്ക് നിങ്ങൾക്കെല്ലാം അതിലേക്ക് എത്താൻ കഴിയുമാറാകട്ടെ എന്ന് ബ്രില്യൻ കുടുംബത്തിന്റെ പേരിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ സച്ച് എ നല്ലൊരു സന്തോഷം കേട്ടോ. ഏറെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ ബ്രില്യൻ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ആ റിപ്പീറ്റ് ചെയ്യാൻ എടുത്ത തീരുമാനം വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസിഷൻസ് ഇൻ മൈ ലൈഫ്. കാരണം ഞാൻ റിപ്പീറ്റ് ചെയ്യാതെ നേരെ പോയി ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഐഡിയ. കമ്പ്യൂട്ടർ സയൻസ് എവിടെയെങ്കിലുമൊക്കെ കിട്ടും, ഇരുന്ന് പഠിക്കാം, ജീവിതകാലം മുഴുവൻ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരിക്കാം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്തവർ ചെയ്യുന്ന സ്ഥിരം പരിപാടികൾ. അപ്പം പക്ഷെ റിപ്പീറ്റ് ചെയ്യുമ്പോഴും എനിക്ക് അങ്ങനെ ഒരു ഡോക്ടർ ആവണം അങ്ങനത്തെ ചിന്തയുണ്ടായിരുന്നില്ല. ഒരു അലോട്ട്മെൻ്റൊക്കെ വന്ന് അമലയിലൊക്കെ കിട്ടി പഠിച്ച് തുടങ്ങിയപ്പം I realized that this is my path. അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വേറെ ഏതൊരു പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്തിരുന്നെങ്കിലും ഐ വിൽ നോട്ട് ബി ദിസ് കണ്ടെൻറ്റ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, ഓഫ് കോഴ്സ് എൻ്റെ സ്കൂളിംഗ്, എൻ്റെ വീട്ടുകാർ എല്ലാവരും ദേ ഓൾ ആഡ് ടു വാട്ട് ഐ ആം ടുഡേ. ദേ ആർ ഓൾ ദ റീസൺ ഫോർ വാട്ട് ഐ ആം ടുഡേ. പക്ഷേ ഒരു പുഷ് തന്നിട്ടുള്ളത് ബ്രില്യൻ സ്റ്റഡി സെൻ്റർ പാല തന്നെയാണ്. അവിടുന്ന് പിന്നെ ഈ അമലയിൽ വന്നെത്തി പഠിച്ച് തുടങ്ങി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും പോയി എന്താ ഇവിടെ നടക്കുന്നത്, എന്താ ശരിക്കും മെഡിസിൻ. എൻ്റെ വീട്ടിലാർക്കും ആരും അങ്ങനെ ഡോക്ടേഴ്സില്ല, ഞാനായിരിക്കും ഫസ്റ്റ് ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഇത് തന്നെയാണ് എൻ്റെ വഴി.
അതെനിക്ക് മനസ്സിലായതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിനെനിക്ക് അമലേനോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഞാനിവിടെ വരാനുള്ള ഏറ്റവും വലിയ റീസൺ ശിവൻ സാറാണ്. കാരണം ശിവൻ സാറിൻ്റെ നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഞാൻ എൻ്റെ പേരൻസായിട്ട് ശിവൻ സാറിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ പുറത്തുള്ള ഗവൺമെൻറ് കോളേജൊന്നും വയ്ക്കാതെ എന്നെ അമലയിൽ തന്നെ വരണം, ഇവിടെയാണ് ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞിട്ട് സാർ എന്നെ ഓപ്ഷൻ 5 മെഡിക്കൽ കോളേജസ് വെച്ചിട്ട്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് കേരളയിലുള്ള വെച്ചിട്ട് പിന്നെ ഞാൻ അമലയെ വെച്ചേ. ആ തീരുമാനം ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ സാറിൻ്റെ തീരുമാനം എത്രത്തോളം ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായി? സാറിൻ്റെ തീരുമാനം ഏറ്റവും നല്ലതായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ അമല എന്ന് പറയുന്ന മെഡിക്കൽ കോളേജ് അത്രയും സൗകര്യങ്ങളാണ് മോൾക്ക് ഒരുക്കി തരുന്നത്. അമല എനിക്ക് ഏറ്റവും നല്ല ഫ്രണ്ട്സിനെ കിട്ടി. പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കൂടെ, ഈ കോളേജിൽ തന്നെ ഏറ്റവും കുറച്ച് അടിപൊളിയായിട്ടുള്ള ബാച്ച് ഞങ്ങളുടെ തന്നെയാണെന്ന് തോന്നുന്നു. വേറൊന്നും കൊണ്ടല്ല, എല്ലാ പരിപാടിക്കും എന്ത് പരിപാടിക്കും ഞങ്ങൾ തന്നെ ഫ്രണ്ടിൽ കാണും. ബ്രില്യന്റിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും അമല മെഡിക്കൽ കോളേജിലെ അധ്യാപകരുടെയും പ്രോഗ്രാമുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. Yela 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 ma yela 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 ma hola 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 ma hola 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 ma andanga takkonda kari അച്ചുവെള്ള തൊണ്ടക്കാരി അയ്യാരണ്ട് പല്ലുകാരി ഐരമീന് കണ്ണുകാരി പൂവാലൊരു പോട് പോട്ട സൈവ കാട്ട് വേട്ടക്കാരി താണ്ടി കുടി താണ്ടി താമണി തൊട്ടി പെണ്ണിൻ കൈകൾ തൊട്ടി നീട്ടിനാൻ കാതലിക്കും പെണ്ണിൻ വന്ന കണ്ണൻ രണ്ടിലെ സിന്ധു വേർവൈ തീർത്ഥമാകും ചിന്ന പാർവൈ മോക്ഷമാകും കാതലിൻ സംഗീതമേ കാതലിൻ സംഗീതമേ മൗനം സരമായി സ്വപ്നം മലരായി ഈ കൈക്കുമ്പിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമാ മുരളികയൂതി ദൂരെ
तेरा आलम शब गुजरी ते जग सोया नी में जगे आना मीदानम मेरे माहिया सनम जानम कि वे करे आना मीदानम शब गुजरी ते जग सोया नी में जगे आना मीदानम नी में कमली कमली नी में कमली कमली नी में कमली कमली मेरे यार दी नी में कमली कमली नी में कमली कमली नी में कमली कमली मेरे यार दी മല്ലിക കാണുന്ന അമ്പുകളോ കണ്ണുള്ള തുമ്പുകളോ അമ്പിളി പൂനില നാമ്പുകളോ ചിരി തുമ്പികളോ മുല്ല മലർ മണി ചെണ്ടുകളോ നിൻമണി ചുണ്ടുകളോ തെറ്റിരിഞ്ഞെത്തുന്ന വണ്ടുകളോ പൊങ്ങില തുണ്ടുകളോ ఆరింటికోసారి ఏడింటికోసారి తక్కువ పదింటికోసారి పడుకుంటే ఓసారి మెలుకుంటే ఓసారి ఏమతో కూర్చుంటే ఓసారి ఏళ్ళు నొక్కుతుంటే ఓసారి ఓసారి కాలు తొక్కుతుంటే ఓసారి నువ్వు పక్కనుంటే ప్రచోదసారి వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చెప్పేస్తుండాయి ఫీలింగ్స్ వచ్చుండాయి ఫీలింగ్స్ వచ్చి వచ్చి చెప్పేస్తుండాయి ఫీలింగ్స్ మల్లిక మణికే అంబుകളോ కണ്ണుల തുമ്പുകളോ അമ്പിളി പൂനില നാമ്പുകളോ ചിരി തുമ്പികളോ മുല്ല മലർ മണി ചെണ്ടുകളോ നിൻമണി ചുണ്ടുകളോ തെറ്റിരിഞ്ഞെത്തുന്ന വണ്ടുകളോ പൊങ്ങില തുണ്ടുകളോ അഴകായി ഒരുങ്ങി വന്നാൽ മിന്നാട്ടം അസുര തല പറക്കും തുള്ളാട്ടം ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം ആരും മതിമറക്കും വെള്ളാട്ടം നല്ലോരം കൈകൂപ്പും ആയത്തേരോട്ടം കടലേയും പിന്മാറും ആഴക്കണ്ണോട്ടം താരച്ചേലാട്ടം തനിയെ പോരാട്ടം നടനത്തിക പറയും കളിയാട്ടം ആട്ടം ശരമണ മുരുകനുക്ക് ഷൺമുഖ മുരുകനുക്ക് കൊണ്ടാടിയ കൊണ്ടാടിയ കൊണ്ടാട്ടം ശിവനുടെ തിരുവനക്ക് കാർത്തിക മുരുകനുക്ക് കൊണ്ടാടിയ കൊണ്ടാടിയ കൊണ്ടാട്ടം ഇഷ്ടം കൂട്ടാൻ വവ്വാ ക്യൂട്ടി പെണ്ണേ രക്തക്കുഴലാകെ പ്രേമ കൊഴുപ്പിട്ടോ ഞെട്ടിപ്പൊട്ടി കേറും കുപ്പിച്ചില്ലേ നിൻ പുഞ്ചിരി എന്തോ മാതിരി കേട്ടപ്പോൾ എന്റെ തോണ്ടലി Hop the la 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 hop the la 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 hop the മാലിവില്ലിനെ കൂടറിക്കണ മാമഴ കിളിയേ കിളിവാതിലെന്നിന്റെ ചാരികിട്ടത് തലൈ തൈലകത്തോ കളിതാമരയുടെ ചേലനും ഒരു പെണ്ണിനെ കണ്ട് തുടിമേളം ഇങ്ങനെ നെഞ്ചിലിങ്ങനെ തലൈ തൈലകത്തോ തുള്ളുമയിലേ പുള്ളിക്കുയിലേ കുറുമ്പ് പുഞ്ചിരി കൊഞ്ചിൽ നെഞ്ചിലിട്ടാ പളക്കിലിക്കണ കുഞ്ഞോളെ തിരിപ്പൊഴിക്കണ മുത്തോളെ വഴിയരിയിൽ പൂത്ത് നിൽക്കണ പൊന്നാരെ തനിച്ചിരിക്കണ നേരത്ത് അടുത്ത് വന്നവനാരാണ് അവർ ഒരിക്കലും കൊന്ന കരിയമെന്നാണ് വെയില് കൊല്ലണ നേരം മഴ തരുന്നവളാര് മാറ്ററിഞ്ഞൊരു മയിലക്കെന്തിന് പൊന്ന് ഇടമാനിനേക്കാൾ നീളമുള്ള കണ്ണ്
പരിപാടിക്ക് ശേഷം അമല മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളെല്ലാം കൂടി ഒരു കിട്ടിലം പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ വേർതിരിവില്ലാതെ ബ്രില്യൻറ്റിയൻസ് എന്നൊരു ഒറ്റ ടാഗ് ലൈനിൽ വിദ്യാർത്ഥികളെല്ലാം Brilliant Study Center, India's #1 coaching center for NEET and JEE.